1920കളിലെ ഒരു പ്രഭാതം. സഹ്യന്റെ മടിത്തട്ടിലെ വന്യമായ കാടുകൾ. മലങ്കര എസ്റ്റേറ്റിലെ സായിപ്പായ WJ ജോൺ പെരിയാറിന്റെ ഗർജനം കേട്ട് ആ മലനിരകളിൽ അലയുകയായിരുന്നു. പ്രകൃതിയെ മെരുക്കി ഒരു നാടിനാകെ വെളിച്ചം നൽകാനുള്ള സ്വപ്നമായി നടന്ന സായിപ്പിന് മുൻപിൽ കാടൊരു സമസ്യയായി നിന്നു. പെട്ടെന്നാണ് കാടിന്റെ ഹൃദയമിടി പറയുന്ന ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത്. ഊരാളി ഗോത്രമൂപ്പൻ ചെമ്പൻ കുലുമ്പൻ. അപരിചിതനായ സായിപ്പിനെ കുലുമ്പൻ കൂട്ടിക്കൊണ്ടുപോയത് വന്യമൃഗങ്ങൾ പോലും ഭയക്കുന്ന ആ മലയിടുക്കിലേക്കായിരുന്നു. അവിടെ ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന 2 മഹാമലകൾക്കിടയിലൂടെ പെരിയാർ കുതിച്ചൊഴുകുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ഉയർത്തി ആ മലയിടുക്കുകളെ തൊട്ടുകൊണ്ട് കുലുമ്പൻ പറഞ്ഞു, സായിപ്പേ, ഈ മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഇവിടെ നിനക്കൊരു കടലിനെ തന്നെ തളച്ചിടാം. ഒരു എഞ്ചിനീയറുടെയും പ്ലാനുകളില്ലാതിരുന്ന ആ മഹാവിസ്മയം കുലുമ്പൻ എന്ന വനപുത്രന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടു. ആ അറിവിന് മുന്നിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ആധുനിക സാങ്കേതിക വിദ്യ വിനയപൂർവ്വം തലകുനിച്ചു. കാനഡയുടെ സഹായത്തോടെ ആർച്ച് ഡാം എന്ന അത്ഭുതം അവിടെ പിറവികൊണ്ടു. ഇന്ന് ഇടുക്കിയുടെ ആഴങ്ങളിൽ തിരയടിക്കുന്നത് കേവലം ജലമല്ല, മറിച്ച് കാടിന്റെ പുത്രനായ കുലുമ്പൻ സായിപ്പിന് കാണിച്ചു കൊടുത്ത ആ മഹത്തായ ദർശനത്തിന്റെ തിരതളലാണ്. സഹ്യപർവ്വതത്തിന്റെ മാറിലെ ഈ കവചം മനുഷ്യനും പ്രകൃതിയും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ചരിത്രത്തിന്റെ അനശ്വരമായ കയ്യൊപ്പാണ്.